അയ്യേ അതൊരു ചാനലാ. ഒരു വെടി ശബ്ദമല്ലേ കേട്ടത്? അതെ, ഈ ഭാഗത്തുനിന്നാ പാടോ. ചീള കേസ്. ഇതിനിടയിൽ ഒരു നടി കഴിഞ്ഞ കുറെ കാലമായി എല്ലാ ദിവസവും ഓരോരുത്തരുടെ പേര് വെളിപ്പെടുത്തുന്നു. അവനല്ല വേണ്ട. എനിക്കൊന്നുമില്ല. ഇത് കിട്ടണത് നീ മേടിച്ചോ എങ്കിലേ നിങ്ങൾക്ക് പണിയുള്ളൂ, എനിക്കൊരു രസമുള്ളൂ. ആഴ്ച രണ്ടടിയെങ്കിലും ഇവിടെ കാണാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞ മനസ്സിലാവില്ല. ആ നടി എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. എന്റെ അന്വേഷണത്തിൽ 2 സിനിമകളിൽ ചെറിയ റോൾ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത്. യൂണിറ്റല്ലേ പണ്ട് എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത്? പ്രഭാരിമാരാകുമ്പോ പല കേസും ലേലം ഒക്കെ നടന്നിരിക്കും. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പം മോശ. ഇനി നന്നായാല എനിക്ക് തോന്നുന്നില്ല. സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു. 2 മന്ത്രിമാർ പീഡിപ്പിച്ചു, 17 ഭരണകക്ഷി എംഎൽഎമാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ കഴിഞ്ഞില്ലേ? എങ്ങനെ കഴിയാൻ? ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ആ നടിയുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്തത് നാളെ അവർ എന്റെ പേരൂടെ ചിലപ്പോൾ വിളിച്ചു പറയും എന്ന ആശങ്കയുള്ളത് കൊണ്ടാണ്. താനത് പറയോ? മുങ്ങുമ്പോ കൂടെ നിൽക്കണവന്റെ തോളിലല്ലേ പിടിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞു പോകും സാറേ. കൊള്ളാം. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. അനാവശ്യം പറഞ്ഞോ? അവനെ എയർപോർട്ടല്ല, എന്റെ മുമ്പിൽ കണ്ട അവന്റെ പാലിലോ ഒറ്റ കൊടുക്കുന്നു തുടങ്ങിയ വൃത്തികേടുകളും വിവരക്കേടുകളും അശ്ലീലവുമാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിന് അവര് സംസാരിക്കുന്ന കണ്ടില്ലേ? ഇരി എവിടെ? അയ്യേ അവനൊക്കെ ചീള കേസ്. അവനൊന്നുമല്ല. ബെസ്റ്റ് തീരുമാനമായി. അവർ ഇന്ന് പല യൂട്യൂബ് ചാനലുകൾ അഭിമുഖങ്ങൾ കേൾക്കുമ്പോൾ അവർക്കൊരു ഭയവുമില്ല എന്ന് വ്യക്തമാവും. പറയുന്നത് അതിരുവിട്ട വർത്തമാനങ്ങളാണ്. അയാൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. ശരിയാ, അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. ചാനലിനോടൊപ്പം ഞാൻ കുറിച്ചല്ലോ. മാതൃഭൂമിയോ, ന്യൂസ് 18, ഏഷ്യാനെറ്റ്, കേരള വാർത്ത ചാനൽ എന്ന് പറയുന്നത്. ഇവനൊക്കെ പോലെ ഈ മലയാളം മറന്നാടി അടിയും കൊണ്ട്. അതിനെന്താ കുഴപ്പം? എടാ, പ്രാട് പണി കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനൊരു അന്തസ് വേണം, ഒരു സത്യസന്ധത വേണം. അധികം ആളുകളെ നിരത്തിയിരുത്തി വീണ്ടും വീണ്ടും ആളുകളെ വിളിച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അയ്യേ പോട്ടെ പുല്ല്, വെറും പുല്ല്. അയ്യേ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന എന്നാൽ സിനിമക്കാർക്ക് പോലും നിശ്ചയമില്ലാത്തവരാണ്. അതിപ്പം മിക്കവാറും കൊടുത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ പറ, മിനു 2 പടത്തിലെ അഭിനയിച്ചിട്ടുള്ളൂ, 50 നടന്മാരെ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട്. അതവനറിയില്ല. അവനറിയില്ലല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും, നീ നോക്കിക്കോ. നല്ല അഭിമാനമുള്ളവരുടെയൊക്കെ പേര് പറ. ഈ യൂട്യൂബേഴ്സ്, ഇവന് യൂട്യൂബിനറിയാം, പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നില്ല, യൂട്യൂബ് ജീവിക്കുന്നില്ല. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. ഈ നടിക്കെതിരെ പരാതിപ്പെട്ടു. പോലീസ് IT ആക്ട് 67 അടക്കമുള്ള വകുപ്പിട്ട് കേസെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. ഇപ്പോഴും വിളിച്ചത് അവരാ. എന്നാ സമയങ്ങളല്ല, നമുക്ക് ഇറങ്ങാം.